അയ്യോ ചേട്ടന് പൈസ തരാനുള്ളതുകൊണ്ടല്ല. വിജയ ചേട്ടൻ, നമ്മൾ ഇനിയും കാണേണ്ടവരെ എങ്ങനെയൊക്കെ സംസാരിക്കണ എന്താ? ക്ലീറ്റോ പൈസ തരാം. അയ്യോ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ വിജയൻ ചേട്ടാ. ഇല്ല, അത് ഇവിടെ പൈസ കുറച്ച് വരാനുണ്ടേ. ആ ഇന്ന് വൈകുന്നേരം തരാം. എന്നാ വൈകുന്നേരം പോര്. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. ഒരു മിനിറ്റ്. കട്ടായ പ്രശ്നം തീരുവോ? പ്രശ്നം തീർന്നില്ലേ? ക്ലീറ്റോ അയാളെ വിളിച്ച് കാര്യം പറഞ്ഞേ. വിജയൻ ചേട്ടൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ നിങ്ങക്ക്? പലചരക്ക് കടക്കാരൻ വിജയ്. വിജയൻ എന്താണ് ഇപ്പൊ പ്രശ്നം? ക്ലീറ്റോ അയാൾക്ക് 4850 രൂപ കൊടുക്കാനുണ്ട്. നമ്മള് 6 മാസമായി അവിടെ പലചരക്ക് പറ്റിയിട്ട്. 4-5 ലക്ഷമൊന്നുമില്ലല്ലോ. നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നമ്മൾ ഇതൊക്കെ ഇവിടെ നിട്ടിട്ട് എല്ലാം കണ്ട് ഓടിക്കളയുന്നു. ഓടിക്കളയില്ല. അയാളുടെ കടയിൽ സാധനങ്ങൾ മേടിച്ചോട്ടെ. അയാൾ പറയണതിൽ കാര്യമില്ലേ? എടി നിനക്കറിയാമോ, സുരേന്ദ്ര മുതലാളി കൊടുക്കാണ്ട് 15000 രൂപ അയാള് ഇന്നാളെ ഒരു ദിവസം ഞാൻ പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് ഇമാതിരി ന്യായം പറയേണ്ടത് എപ്പൊ കൊടുക്കാൻ പറ്റുന്ന അയാൾ ഇന്ന് വൈകുന്നേരം വരും കൂടെ. എപ്പൊ കൊടുക്കാന്ന് പറഞ്ഞാൽ ഉടനെ അടിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ എടുത്ത് കൊടുക്കാൻ. എന്താ അടിച്ചു വെക്കാത്തത്? നിങ്ങൾ എങ്ങോട്ടേ രാവിലെ വെള്ളം ഇട്ടിട്ട് പോണത്? ഇത് തീർത്തിട്ട് നിങ്ങൾ പോയാൽ മതി. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. പൊതുപ്രവർത്തകൻ പിന്നെ ഞാൻ എന്ത് പൊതുപ്രവർത്തകൻ ഞാൻ പറഞ്ഞോ? അയ്യോ, അവക്ക് രാവിലെ ഭ്രാന്തളയും തോന്നുന്നു. അയ്യോ, ഭ്രാന്തളകണ കാര്യമില്ല അല്ലേ? ഒരു കാര്യം, പൈസ വരാനുണ്ട്. അത് ക്ലീറ്റയും നിങ്ങൾക്ക് എവിടുന്ന് പൈസ വരാനുള്ളത്? പൈസ വരാനുണ്ട്. നിങ്ങൾക്ക് പോകാനേ ഉള്ളൂ പൈസ. ഈ നാക്കും ബഹളവും കാരണം വരാനുള്ള പൈസ എങ്ങോട്ടെങ്കിലും വഴിതെറ്റി പോവുകയുള്ളൂ. അല്ല, ഞാൻ മിണ്ടാതിരിക്കും. എവിടെ ഇമാതിരി തോന്നിയാസം കാണിച്ചു വെച്ചിട്ട് എന്തൊരു കഷ്ടം. അതെ, ഇത് കൊടുക്കാനുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാനത് കൊടുത്ത് തീർത്താളാം. എന്നാണ് ചോദിക്കണേ? അയാൾ അതാ ചോദിക്കണേ, എന്ന് തരാൻ പറ്റുന്ന. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ഫോൺ കോള് അത് വിജയനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല തന്നെ അപ്പോഴങ്ങ് കട്ട് ചെയ്യണം. അതിനാണ് ഈ ബട്ടൺ വെച്ചേക്കണേ. ഞാൻ കട്ട് ചെയ്തില്ലേ? അവൻ എന്നെ വിളിക്കരുത്. അത് എന്നെ വിളിക്കണം. നീ പറയണം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ ഹസ്ബൻഡുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. മുതല് അയാളെ കാണുമ്പോ നിങ്ങൾ മാറി മാറി നടക്കല്ലേ? ഒരു കാര്യം അയാളോട് പറയണ്ടോ? ഞാൻ അവനെ എപ്പോ കണ്ടു? കണ്ടില്ലേ? നിങ്ങൾ അതിൽ കൂടി മാറിപ്പോയിന്ന് പറഞ്ഞല്ലോ. എവിടെ മാറിപ്പോയിന്ന്? ഞാനോ? ഞാൻ എന്തെങ്കിലും തിരക്കിട്ട് പോയിരിക്കും. ഇങ്ങനെ ഞങ്ങൾ തിന്നണേക്കാളും കൂടുതൽ നിങ്ങൾ തിന്നണ്ടല്ലോ. പൈസ കൊടുത്ത് തീർക്കാൻ പാടില്ല നിങ്ങൾക്ക്. ഒരാഴ്ച പണിക്ക് പോയാൽ മതിയല്ലോ നിങ്ങൾക്ക്. ഒരാഴ്ച. അപ്പൊ ഞാനിനി പണിക്ക് പോണതാണ് നിന്റെ പ്രശ്നം. അല്ല, ഇവിടുത്തെ പഞ്ചായത്തില് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇപ്പൊ തന്നെ ചെയ്തു തീർക്കാനുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളിന് പല കാര്യങ്ങളും അതിനിടയ്ക്ക് ഈ പലചരക്കടയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ അതൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം. ആവശ്യമല്ലോ. രാവിലെ ഒരു വഴിക്ക് ഇറങ്ങി നിനക്ക് ചീത്ത വിളിക്കാൻ അറിയാലോ. തിരിച്ചു വിളിച്ചോ. ഇനി ഞാൻ ചീത്ത പറഞ്ഞു തരണോ? നിനക്ക് അറിയാനുള്ളത് വിളിച്ചാൽ മതി. അടെ ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞില്ല, അതിനിടയ്ക്ക് നീ ഇങ്ങ് വന്ന. അളിയാ, അതിലും വലിയൊരു പ്രശ്നം. അതല്ല ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. എന്തോന്ന് പ്രശ്നം? നിനക്ക് എന്തും പ്രശ്നം തന്നെ. എന്തുവാടെ നിന്റെ പ്രശ്നമാണ്, എന്റെ പ്രശ്നമല്ല. എന്റെ പ്രശ്നം? എനിക്ക് എന്തോന്ന് പ്രശ്നം? അളിയാ, നമ്മൾ കനകന്റെ ഒരു ചെക്ക് അടിച്ചു മാറ്റി സുരേന്ദ്ര മുതലാളി കൊടുത്ത് ഓർമ്മയുണ്ടോ പൈസ മേടിച്ചത്? അതൊക്കെ പറ. എനിക്ക് ഓർമ്മയുണ്ട്. നീയല്ലേ എന്നെ കൊണ്ടത് ചെയ്യിച്ചത്? ഞാൻ ചെയ്യിച്ചെന്ന് പറഞ്ഞു. എനിക്കിപ്പം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല, പള്ളി പോലും പോകാൻ പറ്റുന്നില്ല. അല്ല, നിനക്കിപ്പോ എന്താണ് അതുകൊണ്ട് പ്രശ്നം? എനിക്കെന്താണ് പ്രശ്നമെന്നോ? അയാൾ എന്നെ വഴി കാണുമ്പോൾ ചീത്ത വിളിക്കുകയാണ് സുരേന്ദ്ര മുതലാളി. നിന്റെ അടുത്ത് അന്ന് പറഞ്ഞാണ് ആ പൈസ കിട്ടുമ്പോൾ കൊടുക്കണോ നീ അന്ന് കൊടുത്തോ? കാശ് കിട്ടിയപ്പോൾ അളിയന്റെ സ്വന്തം പരിപാടി ഞാൻ കാണിച്ചു. പൈസ എന്ന് പറയുന്നത് ഓരോ ആവശ്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കുമ്പോൾ ഇല്ലാത്ത ആവശ്യങ്ങളൊക്കെ വരികയും ചെയ്യും. ഞാൻ അന്ന് വെച്ചിരുന്നതാണ്. അപ്പോഴേക്കാണ് അന്ന് മറ്റേ എന്തോ കൊച്ചിൻ്റെ ഫീസ് വന്ന്, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ കുറച്ച് പാർട്ടിയുടെ പരിപാടി വന്ന് ആ പൈസ എല്ലാം ചിലവായി. ഇപ്പൊ എന്ത് പ്രശ്നം എന്താണെന്ന് പറയാം. എൻ്റെ അളിയ വലിയ പ്രശ്നമായിരിക്കുകയാണ്. അയാൾ ആ ചെക്ക് കൊണ്ടുവന്ന് കേസ് കൊടുത്തിരിക്കുകയാണ്. വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്താ നീ കണ്ടോ? ഞാൻ കണ്ടോന്ന് പറഞ്ഞാൽ അയാൾ ഇന്ന് രാവിലെ എന്നെ തടഞ്ഞു നിർത്തിയാണ് പറഞ്ഞത് ഈ കാര്യം. എന്തെന്ന്? ഇന്ന് രാവിലെ. എന്താ പറയുക? 2 ദിവസമായെന്ന് വക്കീൽ നോട്ടീസ് അയച്ചിട്ട്. 2 ദിവസമായി. അപ്പോൾ ഇനി വന്നു കാണുമോ? അല്ലേ, നീ വന്നു നോക്കാത്തെന്ത്? വരാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം പറഞ്ഞാൽ ശനിയാഴ്ച അയച്ച് ഇന്നലെ ഞായറാഴ്ച, ഇന്ന് തിങ്കളാഴ്ച. അപ്പോൾ ഇന്നലെ വന്നിട്ടില്ല. പിന്നെ ഇന്ന് വരും. ഇന്ന് ഉറപ്പായിട്ട് വരും. ഇന്ന് വന്നില്ലേ നാളെ ഉറപ്പായിട്ട് വരും. ഇത് ഇത് വലിയ പ്രശ്നമാവും. ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെ ആവും. ഒന്നാമത് അമ്മ ഇവിടെ ഉണ്ട്.
ഇനി അഥവാ പോസ്റ്റ്മാൻ അതും കൊണ്ട് ഇവിടെ വന്നാൽ അമ്മയുടെ കൈ കിട്ടും. അമ്മയുടെ കൈ കിട്ടി അമ്മ ഉടനെ കനകനെ വിളിച്ച് പറഞ്ഞാൽ ആ കാലം പാവും. എടാ നീ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാൽ നീയല്ലേ എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചത്. എടാ ഞാൻ എന്ത് വഴി പറയാനാ? ഞാൻ അന്ന് ഒരു കാര്യം നടക്കാനല്ലേ നമ്മളിത് ചെയ്തത്. നമുക്ക് കാശ് കിട്ടിയതല്ലേ. നീ അന്നേരം ആ കാശ് എടുത്ത് വേറെ വഴിക്ക് ചിലവാക്കിയിട്ടല്ലേ ഇത് പറ്റിയത്. എടേ ഞാൻ പറഞ്ഞല്ലേ, മനുഷ്യൻ ഓരോ സാഹചര്യങ്ങളിൽ ഇപ്പം ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം പറയും. എന്ത് ചെയ്യാൻ ഇപ്പം ഞാൻ? എടാ ഏറ്റവും വലിയ പ്രശ്നം എന്തോന്ന് പറയാം, കനകൻ സർക്കാർ ജോലിയുള്ളതാണ്. അവൻ്റെ കേസായി കഴിഞ്ഞാൽ അവൻ്റെ ജോലി പോകും. പോസ്റ്റ്മാൻ ഇപ്പം വരാനുള്ള സമയമായില്ല. വന്നല്ലോ പൊതുപ്രവർത്തകൻ. മല മറിഞ്ഞില്ലേ പോയിട്ട്? മല അവിടെ നിന്ന് ഒഴുകി പോകും നിങ്ങൾ ചെല്ലുമ്പോഴത്തേനും. ഒരു കാര്യം പറഞ്ഞിട്ട് ഒരക്ഷരം മിണ്ടാതെ ഇറങ്ങി പോണല്ലോ. എന്ത് ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾക്ക്? വാടകയ്ക്ക് വന്ന് താമസിക്കുന്ന പോലെ രാവിലെ ഇറങ്ങി പോകും, രാത്രി കയറി വരും, ഉള്ളതിൽ ഭക്ഷണം കഴിക്കും. എന്താ മിണ്ടാത്തത്? മിണ്ടാട്ടം മുട്ടിപ്പോയി. എവിടെ വന്നപ്പോഴത്തേനും എന്നെ കുരയ്ക്കണ്ടായിരുന്നല്ലോ. ഒരു ദിവസം നോക്കിക്കോ, ഞാൻ എന്റെ വഴിക്ക് ഇറങ്ങിപ്പോ. അപ്പൊ നിങ്ങൾ പഠിക്കും. തീറ്റയ്ക്ക് മാത്രം ഒരു കുറവില്ല. പൊണ്ണത്തടി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും അങ്ങോട്ട്. തീറ്റയ്ക്ക് കണക്ക് പറയരുതെന്ന് പറയും, പക്ഷെ നിങ്ങളോട് എങ്ങനെ പറയാതിരിക്കും? ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ എന്നെ കൊന്നു തിന്നാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞ അപ്പൻ്റെ അപ്പനമ്മേനെ വിളിക്കും. അതിനൊരു കുറവില്ല. എന്താ വല്ലാതിരിക്കുന്നത്? ജോലിക്കൊന്നും പോയില്ലേ? കാര്യം പറ. നീ എന്താ പിണങ്ങിയിരിക്കുന്നതൊക്കെ? മഴ കൂടിയാ രണ്ടുപേരും കൂടെ? നമുക്ക് ചോദിക്കാനും പറയാനൊന്നും ഇവിടെ ആരും ഇല്ലല്ലോ. എടുത്ത് തിരിച്ചു വിളിക്കേ. ഞാൻ വിളിക്കണം വേണ്ടത് ഞാനല്ലേ തീരുമാനിക്കാം. അന്നകത്തോട്ട് എഴുന്നേറ്റ് വാ. ചുമ്മാ കളിക്കല്ലേ തങ്ങ പോ. ഇത് കണ്ടോ, ചുമ്മാ തല്ല് പിടിച്ച് വന്നിരിക്കുക. ആ ചുമ്മാ തല്ല് പിടിച്ചതല്ല, നീ തിന്നാനും കുടിക്കാനും ഒക്കെ കൊടുക്കുന്നത് നീ എന്തെങ്കിലും പറഞ്ഞു കാണും. അല്ലാതെ അവൻ ഇങ്ങനെ ഇരിക്കത്തില്ല. അല്ല, ഇന്ന് ആ പലചരക്കടക്കാരൻ വിളിച്ചിട്ട് എന്നെ കൊറേ ചീത്ത പറഞ്ഞു. അപ്പൊ ആ പൈസ അടയ്ക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. പൈസ അടയ്ക്കാൻ പറഞ്ഞ് അവനെങ്ങനെ ഇരിക്കത്തില്ലല്ലോ. അല്ല ഒന്നും അല്ലെങ്കിൽ അവരാണില്ലേ, ആരോരും ഇല്ലാതെ നമ്മുടെ അടുത്ത് വന്ന് കിടക്കുന്നതല്ലേ, അവരൊരു അഭിമാനം ഇല്ലേ? എനിക്ക് ആരുമില്ല, ആരുമില്ല. കൊച്ചുങ്ങളെ കണ്ണീര് കാണാൻ എന്നെ കൊണ്ട് ഒക്കത്തില്ല. സാരമില്ലടാ, ഞാൻ ഒരു അനാഥൻ. ആരുമില്ല, ആർക്കും എന്തുവേണേലും പറയാം. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല അമ്മ. ഞാൻ ഇവിടുത്തെ കൊച്ചിനേക്കാളും ഹൃദയം അലിഞ്ഞവനാണ് അവൻ, അറിയാമോ നിനക്ക്? അയ്യോ എനിക്ക് വയ്യ. സമാധാനിപ്പിക്കുമോ? കരയല്ലേ? നമ്മളെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. എന്നാലും ഞാൻ വീട്ടിൽ നിന്ന് വെളിയിലാവാനുള്ള തന്നെ. ഞാൻ ഇവിടെ കിടന്ന് ശീലിക്കട്ടോ. നീ കൂടെ അങ്ങോട്ട് നോക്കുന്നില്ല, എന്തോന്ന് കാര്യമോ? ഒരു കാര്യം പറയാം, എനിക്ക് മുഖത്ത് നോക്കി എന്റെ വിഷമങ്ങൾ ആരോടും പറയണ ഇഷ്ടമല്ല. വേണ്ട, നീ വിഷമിക്കണ്ട. നീ ഇനി ജോലിക്ക് ഒന്നിനും പോകണ്ട. എവിടെ എന്തെങ്കിലും വച്ചെന്നുണ്ടെങ്കിൽ തിന്നുകൊണ്ട് ഇവിടെ നിന്നാച്ചാ മതി. ആഹാ, പെണ്ണുങ്ങൾക്ക് അത്ര അഹങ്കാരം പാടില്ലല്ലോ. അമ്മ ഞാൻ അതിനൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല, അവൻ ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല. എടീ, ജോലിയും കൂലിയും ഇല്ലെങ്കിലും അവനൊരു അഭിമാനം ഇല്ലേ? ഒരാണല്ലേ അവൻ. ബിൽദാര വല്ല മറ്റേ ആയിരിക്കണമായിരുന്നു. എന്റെ മൂക്കാൻ വേണ്ടി അടിച്ച് കമ്മത്തിയാനാ. അതിന് അച്ഛന് പട്ടാളത്തിൽ ജോലി ഉണ്ടായില്ല. ഞാൻ പട്ടാളത്തിൽ പോകാൻ തയ്യാറാണ്, പക്ഷെ എന്നെ പട്ടാളത്തിൽ വിളിക്കട്ടെ. അമ്മ എന്നെ പട്ടാളത്തിൽ കൊണ്ട് ചേർക്കാമ, ഞാൻ പോവാ. കണ്ടോ എന്താടി അവൻ? ക്ലീറ്റോ എന്നിട്ടേ സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എഴുന്നേക്കണം. അതെ, എനിക്ക് ഇച്ചിരി മനസമാധാനം വേണം. ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കത് കിട്ടണുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞ് സംതൃപ്തിയായിട്ട് ഞാൻ അകത്തോട്ട് വന്നോളാം. പോയേ, നിങ്ങളൊക്കെ പോയേ. വെറുതെ നിങ്ങളുടെ മനസമാധാനം കൂടെ കളയണ്ട. ഇതിപ്പോ പുതിയതായിട്ട് ഒന്നും ഇവിടെ നടന്നില്ലല്ലോ. എല്ലാ പ്രാവശ്യം പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു പിടിച്ചു. അതിന് ക്ലീറ്റ് ഇത്ര വാശി കാണിക്കുന്നത് എന്തിനാ? തല്ലും വഴക്കും പിടിക്കുമ്പോൾ വായി പറഞ്ഞ എന്തും വിളിച്ച് പറയാലോ. അതെ, എഴുത്തകത്ത് പോയേ. എനിക്കിവിടെ ആരും വേണ്ട. ക്ലീറ്റ് അകത്തോട്ട് വരില്ലേ? എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. എനിക്ക് ഇച്ചിരി മനസമാധാനം വേണം. പോയേ, അകത്തോട്ട് പോയേ. അമ്മയും പോയേ. അമ്മ വെറുതെ ഇരുന്ന് ശരി പോയി കിടക്കാം. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് വിഷമിക്കുമ്പോ എനിക്ക് അകത്ത് പോയി കിടന്ന കിടപ്പ് വരത്തില്ല എന്റെ പൊന്നു കുഞ്ഞ്. എന്റെ അമ്മ, എനിക്ക് അകത്തോട്ട് കയറിയാൽ ഉള്ള മനസമാധാനം പോകും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണേ. അമ്മ അകത്ത് പോയി കിടന്നോ. പോക്കോ. പോട്ടാ. ഓ പോക്കോ അമ്മ. ഈ മേടൊന്നും കാണിച്ചു വെക്കല്ലേ. ഇല്ലമ്മ, ഒന്നും കാണിക്കൂല ഞാൻ. പോയിക്കോ. ഞാൻ പോയി കിടക്കട്ടാ, സമാധാനത്തോടെ കിടക്കട്ടെ. പോയിക്കോ അമ്മ, പോയിക്കോ.
ക്ലീറ്റോ ചായ എടുക്കട്ടെ? ക്ലീറ്റോ സോറി, ഞാൻ ചായ എടുക്കട്ടെ? എനിക്കറിയാൻ പാടില്ല. നീ ഇന്നലെ മുതൽ നോക്കാൻ തുടങ്ങിയതാണല്ലോ. ആ നോട്ടം ഇതുവരെയും തീർന്നതുമില്ല, മനസമാധാനവും വന്നില്ലേ നിനക്ക്? എന്തോന്ന് കാര്യം? എന്നെ കൊണ്ടുപോകാൻ കാലം പറഞ്ഞാൽ ഞാൻ നോക്കിയത്. ആ ഈ കണക്കിനാണെങ്കിൽ കാലിനെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവും. മനസമാധാനം ഈ വീട്ടിൽ പണ്ടല്ലേ, എങ്ങനെ മനസമാധാനം കിട്ടും? അങ്ങനത്തെ പ്രവൃത്തികളല്ലേ വന്നിരുന്ന് കാണിക്കണത്. ഇവിടെ എന്തോന്ന് പ്രവൃത്തി കാണിക്കുന്നു? ഇതെന്താണ് ഇതൊക്കെ വൃത്തിയായിട്ട ഒരു പ്രവണതയാണ്. വീട്ടിന്റെ തിരി മുറ്റത്ത് വന്നിരുന്ന് പേന് നോക്കുകയാണ് രണ്ടും കൂടെ. തിരുമുറ്റം എന്ന് പറയാൻ രാജകൊട്ടാരാണല്ലോ. എടി ഇത് മതി ഭരണ ഐശ്വര്യങ്ങളൊക്കെ പോകാനായിട്ട്. ശരിക്കും എന്താ ക്ലീറ്റോന്റെ പ്രശ്നം? എന്റെ പ്രശ്നം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ ഇപ്പൊ അകത്ത് പോണതാണ്. മനസ്സില്ല, വേണ്ട വേണ്ട നോക്കുമ്പോ വെറുതെ മനുഷ്യന്റെ വായിട്ട് കോലിട്ട് പോകരുത്. എന്നാലും അകത്ത് കയറി പോയി പേനോട്ടം നിർത്തിയാൽ നിനക്ക് മനസമാധാനം കിട്ടുമോ? നിങ്ങൾ അകത്ത് പോ, ഇത് അകത്ത് പോയിട്ട് നോക്ക്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം. എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ പറയലയാ. ഞാനിപ്പോ വീട്ടിലുണ്ട്. എന്തായി? അല്ല നീ അത് കണ്ട് കൈയോടെ വാങ്ങിക്കാത്തണ്ടായി. നീ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക്. തരൂലേ? ശരി, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ഓക്കേടാ. ആരുടെ ഞാൻ ഇതിന് മാത്രം ഒന്നും പറഞ്ഞില്ല. അമ്മ ഇവിടെ ഓടുന്നത് എവിടാ? അൻസാറെ, നീ കുറെ നിന്നോട് കണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? നിനക്ക് അയാളെ അറിയാലോ, അയാൾ തന്നെ ആണാ? ചുമ്മാ ആരെങ്കിലും പറയണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും പറയല്ലേ? ഞാനിവിടെ മണിക്കൂർ എത്ര ആയെന്നറിയാമോ? എടേ, നിനക്ക് പോസ്റ്റ്മാനെ അറിയാം, പിന്നെ എനിക്കെന്താണ് അറിഞ്ഞൂടെ പോസ്റ്റ്മാനെ? ഞാൻ ഇവിടെ നേരം വിളക്കുന്ന പോലെ തുടങ്ങിയാണ് നിൽപ്പാണ്. എടാ ഇല്ലെന്നേ. ഏയ് ഹലോ പോസ്റ്റ്മാൻ, അവൻ സ്ഥലം മാറിപ്പോയി. അവരിപ്പോ ആലപ്പുഴയിലാ ജോലി. നമ്മുടെ വീട്ടിലുള്ള എല്ലാ വിവരങ്ങളും എല്ലാവരോടും പറയണെന്തിനാണമ്മ? എടുത്തോളൂ. അല്ല, അങ്ങനെ തരാൻ പറ്റത്തില്ല. ഇത് കനകനില്ലെങ്കിൽ നമുക്ക് തരാൻ പറ്റത്തില്ല. കനകന് ഒപ്പിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല. അയ്യോ, അതിപ്പോ എങ്ങനെയാ? അപ്പം എന്ത് ചെയ്യും? ഇത് തിരിച്ചയക്കണം. അത് വേണ്ട. അല്ല ചേട്ടാ, ഒരു പ്രശ്നമുണ്ട്. അവനിപ്പോ ട്രാൻസ്ഫർ ആയിട്ട് അങ്ങ് ആലപ്പുഴയ്ക്ക് പോയതേ ഉള്ളൂ. ഇതിന് മേടിക്കാൻ വേണ്ടിട്ട് മാത്രമായിട്ട് വരാന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ദിവസം ജോലി കളഞ്ഞു വേണം വരാനായിട്ട്. ഉടനെ അവിടെ ചെന്ന് ചാർജ് എടുത്തോണ്ട് പെട്ടെന്ന് ലീവും കിട്ടൂല. അമ്മയാണ്. അല്ല, അമ്മ ഇതിനു മുമ്പ് പേടിക്കാനൊന്നുമില്ല. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പുതിയ ആളാണല്ലേ? ഇതിനു മുമ്പത്തെ ചേട്ടൻ ഞങ്ങൾക്ക് നല്ല പരിചയം. പക്ഷേ അന്നത്തെ പോലെ അല്ല, അന്ന് നിയമങ്ങൾ മാറി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അമ്മ ഇത് ഒപ്പിട്ട് വാങ്ങിച്ചാൽ അമ്മ അകത്ത് പോകേണ്ടി വരും, നിങ്ങളുടെ ജോലി പോവും. പുതിയ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഒന്നും മിണ്ടാതിരിക്കും ക്ലീറ്റോ. ഇത് മേടിക്കണ്ടേ? കുഴപ്പങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ചേട്ടൻ പുതിയ ആളായതുകൊണ്ട് ഇതിന് മുമ്പുള്ള ആളെ നല്ല പരിചയം നമുക്ക്. ആലോചിച്ചിട്ട് മതി, വെറുതെ ആവശ്യം കാണിക്കില്ല. അതിലൊപ്പിട്ടോ? അല്ല ഒപ്പിട്ടോ? അത് നോക്കട്ടെ എന്താ. ഞാൻ നോക്കി, ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നുമില്ല അമ്മ, ഇത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഒപ്പിട്ടോ കൊടുക്കും.
എന്താ ക്ലീറ്റോ? ഏയ് ഒന്നുമില്ല വെറുതെ ഒരു നിസാര കേസ് ഇത് പിന്നെ കനകനും ഫാസിലും കൂടെ മുമ്പ് ഒരു ദിവസം വെള്ളം ഒഴിച്ചിട്ട് സ്കൂട്ടർ ഒഴിച്ചിട്ട് നേരെ നമ്മുടെ സുരേന്ദ്രൻ മുതലാളിയുടെ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചു സുരേന്ദ്രൻ മുതലാളിയുടെ വണ്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടായി അപ്പം അന്ന് കുറച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞു. അത് കൊടുക്കാത്തതുകൊണ്ട് പേടിപ്പിക്കാൻ വേണ്ടി വക്കീലിനെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ചേക്കുന്നത്. അയ്യോ അങ്ങനെ ഒരു വിവരം നമ്മൾ അറിഞ്ഞില്ലല്ലോടി. ഇതൊക്കെ ഇനിയിപ്പോൾ എല്ലാം മക്കൾ അങ്ങനെ അമ്മമായിട്ട് പറയണമൊന്നുമില്ല. അത് തന്നെയല്ല, വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വക്കീൽ നോട്ടീസ് ഒക്കെ പിന്നെ അത് കൊടുക്കൂലേ, അത് നഷ്ടപരിഹാരം കൊടുക്കാന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കുമ്പോൾ ഞാനായാലും ഇപ്പോൾ പൈസ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വക്കീൽ നോട്ടീസ് അയക്കാം. നീ വായിച്ചു നോക്ക്, നീ സംശയം വായിച്ചു നോക്ക്. വായിച്ചു അയ്യോ ഇത് അപ്പടി ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞ എനിക്ക് അത്ര വശമില്ല. ഇത് ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണല്ലോ ഇത്. ഇത് സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആൾക്ക് കനകൻ ചെക്ക് എന്തോ കൊടുത്തിട്ടുണ്ട്, അത് ബൗൺസായി. എങ്ങനെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളിനെ ഇവിടുത്തെ കനകൻ ചെക്ക് കൊടുത്തത് ബൗൺസായി. ഇവിടുത്തെ കനകനോ? ആ അതിന്റെ അയ്യോ അവനെങ്ങനെ ചെക്കൊന്നും എത്ര രൂപ? അത് 30,000 രൂപ ആയിരിക്കും. ഇതിനകത്ത് എഴുതിയിട്ടില്ല. അല്ല അത് എന്താ വെച്ച് കഴിഞ്ഞാൽ സുരേന്ദ്രൻ മുതലാളി 30,000 രൂപയിൽ കൂടുതൽ ആർക്കും കൊടുക്കൂല. ഒന്ന് പോകിട്ടോ. വേറെ എന്തെങ്കിലും രൂപയൊന്നും എഴുതിയിട്ടില്ല. 15 ദിവസത്തിന് അത് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ കേസാവുന്നതാണ് എഴുതിയേക്കുന്നത്. കേസോ? ഇത് അല്ല ഇതിപ്പം സുരേന്ദ്രൻ മുതലാളി തന്നെയാണോ ഈ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ? അതായത് തന്നെ ഈ മുതലാളി. നീ കനകനെ ഒന്ന് വിളിച്ചു നോക്ക്. ഇത് വെറുതെ അവനെ വിളിച്ച് പേടിപ്പിക്കാതൊന്നുമില്ല. ഇത് ഒപ്പിട്ടാലോ എനിക്കങ്ങ് പോരാ. സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഈ കൊടുക്കാനുള്ള പൈസ കൊടുക്കുമ്പോൾ ആ പ്രശ്നം ഒന്ന് തീരും. അത് കൊടുക്കണമെങ്കിൽ അവനത് കാര്യം അറിയണ്ടേ, ചെക്ക് മടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അറിയിച്ചാ പോരെ. അറിയിക്കട്ടെ കൊണ്ട് വേണ്ട, അതിപ്പോ എന്തിനാണ് ഇപ്പൊ ധൃതിപ്പെടല്ലേ? അവ എന്തായാലും ജോലി തിരക്കിൻ്റെ നിൽക്കുമ്പോ ആയിരിക്കണമെങ്കിൽ പോസ്റ്റ് മോന് എനിക്ക് എന്റെ മോനൊന്നും കുഴപ്പമൊന്നും വരത്തില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ മോൻ്റെ ജോലി പോകും, ചിലപ്പോൾ ജയിലിൽ പോകും. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്നാ പോട്ടെ. ഹലോ ആടാ മോനെ, അതെ നീ മറ്റേ സുരേന്ദ്രൻ മുതലാളിനോട് പൈസ വല്ലതും മേടിച്ചായിരുന്നോ? ഇല്ലേ? പിന്നെ എന്തിനാ നീ ചെക്ക് കൊടുത്തത്? അല്ല നീ എന്താ ചെക്ക് കൊടുത്തിട്ട് അത് ബൗൺസ് ആയിന്നോ ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ പോസ്റ്റ്മാൻ ഒരു വക്കീൽ നോട്ടീസ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ പിന്നെ നിന്റെ ചെക്ക് എങ്ങനെ കിട്ടി? അല്ലല്ല നീ ടെൻഷൻ അടിക്കണ്ട, നോക്കട്ടെ. എന്താടി ഞങ്ങൾ വേണമെങ്കിലേ മുതലാളിയുടെ അടുത്ത് പോയി ചോദിക്കും. ഇനി അയാൾക്ക് മാറിപ്പോയത് വല്ലതും ആണോ എന്ന് അറിയില്ലല്ലോ. എന്നാ ഞങ്ങളിപ്പോ തന്നെ പോവാം. എന്തോ പറഞ്ഞടി? പോലീസ് അതിന്റെ ഒന്നും ആവശ്യം. നീ സമാധാനപ്പെടി, ഞാൻ തിരിച്ചു വിളിക്കാം. നടങ്ങമ്മേ, അമ്മ 1 രൂപ പോലും കനകം മേടിച്ചിട്ടില്ല മുതലാളിയുടെ കയ്യിൽ നിന്ന്, ചെക്കും കൊടുത്തിട്ടില്ല. അപ്പൊ എന്തോ തരികിട ഇതില് നടന്നിട്ട് ഉണ്ടാവാം. എനിക്ക് എപ്പോഴാണ് എനിക്ക് കത്തിയത്. ഇത് സംഭവം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ ഫാസിലിന് വേണ്ടി 30,000 രൂപ മേടിച്ചു സുരേന്ദ്രൻ മുതലാളിയിൽ നിന്ന്. എന്നിട്ട് കനകന്റെ ചെക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഫാസിൽ പൈസ തിരിച്ചടച്ചിട്ടില്ല. ഇപ്പൊ കനകൻ ഇല്ലല്ലോ. ക്ലീറ്റോ അല്ല കനകൻ. ഇത്രയും കിടന്ന് ഉരുളണ്ട. അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് വീട്ടിൽ പറയും. അല്ല ഇത് പിന്നെ നീ നോക്കണേട്ടാ, എന്നെ എന്തിനാണ് നോക്കണേ? നിങ്ങൾ നോക്കണമല്ല, കനകം പൈസ മേടിച്ചിട്ടില്ല. കനകം മേടിച്ചിട്ടില്ല. ഇതിപ്പോ പിന്നെ കനകന്റെ പേരിലല്ലേ ഇത് വന്നേക്കണേ. പക്ഷെ നിങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ മേടിച്ചു. നിങ്ങൾ 30,000 രൂപ കൊടുക്കാനല്ലേ മുതലാളിക്ക്? ഞാൻ 30,000 രൂപ കൊടുക്കാനുള്ളത് ഇലക്ഷൻ്റെ അന്ന് കൊടുത്തു. എന്ന് കൊടുത്തു? ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല ഞാൻ കൊടുത്തു, ഇലക്ഷന്റെ ആ സമയത്ത് കൊണ്ട് കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് മേടിച്ചു? അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചു. ക്ലീറ്റോ കിടന്ന് ഉരുളരുത്. ഈ ചെക്ക് എങ്ങനെയാ സുരേന്ദ്രൻ മുതലാളിയുടെ അടുത്ത് ചെയ്യുന്നത്? അതാണ് ഞാനും ആലോചിക്കണേ, ഇതെങ്ങനെ ഈ ചെക്ക്? അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ചെക്കിന് കൈയും കാലും ഉണ്ട്, നടന്നങ്ങ് ചെന്നു. തമാശ ഞാൻ അതാണ് ആലോചിക്കുന്നത്. ക്ലീറ്റോ സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ സുരേന്ദ്രൻ മുതലാളിനെ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കാണും. ഞാൻ അവിടെ ചെന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കും. അല്ല അത് എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ ഇത് ഞാൻ 30,000 രൂപ ഞാൻ പിന്നെ എപ്പോഴും ഒരു പ്രാവശ്യം പോയി മേടിച്ചു. അമ്മേ പോലീസിനെ വിട്ടാ പറ്റൂ. അല്ല അതെ അല്ല പോലീസിനെ വിട്ടാ വരട്ടെ. എന്റെ ദേഷ്യം, എനിക്ക് ദേഷ്യം ഞാൻ അതങ്ങനെ ഞാൻ പറയണത് കേക്ക്. അതായത് അമ്മ എനിക്ക് 30,000 രൂപ ഞാൻ ഇടയ്ക്ക് മേടിച്ചപ്പോ ഒരു ചെക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെക്കില്ല അപ്പൊ ചെക്കില്ലാതെ തരൂലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പിന്നെ എനിക്ക് പനി വന്ന് ഒരു ദിവസം ഇല്ലായിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് പനിയായിട്ട് കുറച്ച് ദിവസം ഇവിടെ 2 ദിവസം നിന്നില്ലേ. എന്റെ ക്ലീറ്റോ, നിങ്ങൾക്ക് പനി പിടിച്ച് വിഷമിച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനവിടെ പുതപ്പിട്ട് മൂടി ആവിയും പിടിപ്പിച്ച് നിർത്തിയിട്ട് ഇവിടെ വന്ന് ചെക്ക് മോഷിച്ചിട്ട് പോയല്ലേ? സത്യത്തില് ഞാൻ ഓർമ്മയോട് ചെയ്തല്ല. അല്ല എന്താന്ന് വെച്ചാ കാണിക്കുന്നേ? എനിക്കറിയാൻ പാടില്ല. പാർട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ 30,000 രൂപ 40,000 രൂപ ഒക്കെ കൊണ്ടുവന്ന് ഓരോരുത്തരുടെ ഇത് കടം മേടിക്കണേ? അല്ല അതെ ഇതിപ്പം ഇത്ര വലിയ പ്രശ്നമൊന്നും ആക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക്
ബഹളം വയ്ക്കാം. നമ്മക്കല്ല നിങ്ങൾ. നമുക്ക് എനിക്ക് ഇത് സമാധാനമായിട്ട് തീർക്കാന്നുള്ള കാര്യമേ ഉള്ളൂ. അതെ അമ്മ, ഇതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഇത്. പേടിപ്പിക്കാൻ വേണ്ടിട്ടാണോ ക്ലീറ്റ് വക്കീൽ നോട്ടീസ് അയക്കണ എല്ലാവരും? അവന്റെ ജോലി പോകും, നിങ്ങൾ കളിക്കാ. എന്റെ ചെറുക്കന്റെ ജോലി എങ്ങാനും പോയാ ഇതിനു വേണ്ടിയാണ് നീ 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടിയത് അല്ലേടാ? കള്ള പെരും കള്ള. മനസമാധാനം പോയി. എന്തൊക്കെ അഭ്യാസമായിരുന്നു ഇവിടെ. അമ്മ ഒന്നുമില്ല, ഇത് ഇപ്പൊ നിസ്സാര കാര്യമാണ്. ഇതൊക്കെ നമ്മൾ എത്രയോ കണ്ടേക്കണം. ഇതിപ്പോ ഞാൻ പരിഹരിച്ചു തരാം. ഇത് നിസ്സാര കാര്യം. ഇത് നമുക്ക് ഇച്ചിരി പൈസ വരാണ്ടല്ലോ. നിനക്ക് പൈസ വരാനുണ്ടോ? എനിക്കല്ല, അമ്മയ്ക്ക് പൈസ വരാണ്ടല്ലോ. പെൻഷന്റെ പൈസ വന്നിട്ടില്ലല്ലോ. പെൻഷന്റെ പൈസ അത് എത്ര രൂപയുണ്ടമ്മ? അത് 12,000 ആണല്ലോ. അപ്പൊ അതിൽ 2,000 രൂപ അമ്മ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു, 10,000 രൂപ നമ്മളെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. അടുത്ത മാസം എത്ര രൂപ പെൻഷൻ കാശ് വരും? അടുത്ത മാസം 12,000 വരുമല്ലോ. 2,000 രൂപ അമ്മ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു, 10,000 രൂപ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. ഇനി അതിന്റെ അടുത്ത മാസം എത്ര രൂപ പെൻഷൻ കാശ് വരും? 12,000 ആണല്ലോ. 2,000 രൂപ അമ്മ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുന്നു, 10,000 രൂപ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. 3 മാസമായപ്പോൾ രൂപ 30,000 രൂപയായി. ഇതുകൊണ്ട് സുരേന്ദ്ര മുതലാളിക്ക് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതിനോട് വെറുതെ കാട് കയറി ചിന്തിച്ച്. എന്തൊരു ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ ഞാൻ തരത്തില്ലല്ലോ. Alien versus Alien.